കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഐതിഹാസിക വിജയം നേടിയെങ്കിലും ആ വിജയത്തിന്റെ മധുരം നുണയുന്നതിന് പകരം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളിൽ വിയർക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. നിരീക്ഷകർ തയ്യാറാക്കിയ MLA-മാരുടെ പട്ടിക പുറത്തു വന്നതോടെ തർക്കം തെരുവിലേക്കും ആത്മഹത്യാ ഭീഷണിയിലേക്കും വരെ നീണ്ടിരിക്കുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം സർക്കാരിനെതിരെ പടനയിച്ച VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഒരു വലിയ വിഭാഗം പ്രവർത്തകർ. ഇതിന്റെ ഏറ്റവും തീവ്രമായ കാഴ്ചയാണ് കോട്ടയത്ത് കണ്ടത്. കടുത്തുരുത്തി സ്വദേശിയായ ഫ്രാൻസിസ് എന്ന കോൺഗ്രസ് പ്രവർത്തകൻ തന്റെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് നേതൃത്വത്തെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പു കിട്ടാതെ താൻ പിന്മാറില്ലെന്ന നിലപാടിലായിരുന്നു ഇദ്ദേഹം. സതീശന്റെ ജന്മനാടായ നെട്ടൂരും എറണാകുളവും തൃശൂരും കടന്ന് കാസർഗോഡ് വരെ ഈ പ്രതിഷേധാഗ്നി പടരുകയാണ്. പട നയിച്ചവൻ തന്നെ നാട് നയിക്കട്ടെ എന്ന മുദ്രാവാക്യവുമായി പ്രവർത്തകർ രാത്രികാലങ്ങളിൽ പോലും തെരുവിൽ പ്രകടനങ്ങൾ നടത്തുന്നു. എന്നാൽ ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ ഹൈക്കമാൻഡ് നിരീക്ഷകർ തയ്യാറാക്കിയ പട്ടികയെ ചൊല്ലിയുള്ള ദുരൂഹതകൾ പുകയുകയാണ്. AICC നിരീക്ഷകർക്ക് മുന്നിൽ 63 MLA-മാരിൽ 47 പേരും KC വേണുഗോപാലിനെ പിന്തുണച്ചു എന്ന വാർത്തകൾ പുറത്തുവന്നതാണ് സതീശൻ അനുകൂലികളെ പ്രകോപിപ്പിച്ചത്. പക്ഷേ ഈ പട്ടികയുടെ ആധികാരികത ചോദ്യം ചെയ്യുന്ന പല റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ഉദുമ MLA ആയ നീലകണ്ഠന്റെ പേര് ഈ ലിസ്റ്റിൽ ഇല്ലാത്തത് വലിയ അട്ടിമറി സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. VD സതീശന്റെ ഉറച്ച അനുഭാവിയായ നീലകണ്ഠന്റെ പേര് എങ്ങനെ ലിസ്റ്റിൽ നിന്ന് മാറിപ്പോയി എന്നത് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തന്ത്രങ്ങളുടെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം നിരീക്ഷകർ ഓരോ ഗ്രൂപ്പിന്റെയും താൽപര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത ലിസ്റ്റുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ സതീശന്റെ പിന്തുണ കുറച്ചു കാണിക്കാൻ ബോധപൂർവമായ നീക്കങ്ങൾ നടന്നോ എന്ന സംശയം MLA-മാർക്കിടയിൽ തന്നെയുണ്ട്. KC വേണുഗോപാലിനായി ഹൈക്കമാൻഡ് തലത്തിൽ വലിയ സമ്മർദ്ദങ്ങൾ നടക്കുമ്പോൾ ജനകീയ മുഖമായി സതീശനെ ഉയർത്തിക്കാട്ടാനാണ് അണികൾ ശ്രമിക്കുന്നത്. T. സിദ്ദിഖ്, സന്ദീപ് വാര്യർ തുടങ്ങിയ നേതാക്കൾ വേണുഗോപാലിനെ പിന്തുണയ്ക്കുമ്പോഴും അടിത്തട്ടിലെ പ്രവർത്തകർ സതീശനായി മുറവിളി കൂട്ടുകയാണ്. ഈ വടംവലി പാർട്ടിയെ വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണോ നയിക്കുന്നത് എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പലയിടങ്ങളിലും നേതാക്കളുടെ ഫ്ലെക്സുകൾക്ക് മുകളിൽ കരിയോയിൽ ഒഴിക്കുന്നതും ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നതും UDF ക്യാമ്പിന്റെ ശോഭ കെടുത്തുന്നു. സണ്ണി ജോസഫിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഈ റിപ്പോർട്ടുകൾ തള്ളിക്കളയുമ്പോഴും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടിരിക്കുകയാണ് എല്ലാവരും. മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര നേതൃത്വം ആരെ തിരഞ്ഞെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും കേരളത്തിലെ കോൺഗ്രസിന്റെ വരും ദിവസങ്ങൾ. KC വേണുഗോപാലിന്റെ ഡൽഹിയിലെ സ്വാധീനമാണോ അതോ VD സതീശന്റെ കേരളത്തിലെ ജനപ്രീതിയാണോ വിജയിക്കുക എന്ന് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. അതുവരെ കേരള രാഷ്ട്രീയത്തിൽ ആകാംക്ഷയുടെ മുൾമുന നീളുമെന്ന് ഉറപ്പാണ്.